കണ്ണും നിറഞ്ഞു ഹൃദയവും നിറഞ്ഞിറങ്ങിയത്. പഴയ ഒരു മോഹൻലാൽ നമുക്ക് തിരിച്ചു കിട്ടി. ഒന്നും ചിന്തിക്കാതെ നല്ല ഫീലായിട്ട് ഇരിക്കാൻ പറ്റുന്ന ശരിക്കും ന്യൂ ജനറേഷനൊക്കെ സിനിമ കാണണം. എങ്ങനെയാണ് സിനിമ എടുക്കുന്നത്, സിനിമയുടെ സെന്റിമെന്റ്സ് എന്താണ്, ഇമോഷൻസ് എന്താണെന്നൊക്കെ നല്ലപോലെ കാണിച്ചു. ഹാർട്ട് ടച്ചിങ് ആണ്, അതുപോലെ തന്നെ കോമഡി ഉണ്ട്, എല്ലാം കൂടെ ഉള്ള ഒരു മിക്സ്. മൊത്തത്തിലൊരു ഇമോഷണൽ ടിപ്പിക്കൽ സത്യനന്ദിക്കാട് പാക്കേജ് ആയിട്ട് തോന്നും. വളരെ നല്ല മൂവിയാണ്, ഭയങ്കര നൈസ് മൂവിയാണ്. ഈ ഓണം എന്തായാലും ലാലേട്ടൻ കൊണ്ട് കിടിലം പടം, പക്ക ഫീൽ ഗുഡ് ആണോ? പക്ക ഫീൽ ഗുഡ് മൂവി, കിടിലം പടം. എമോഷണലി കണക്ട് ആയിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് നല്ല മൂവി, ഫാമിലി ഓഡിയൻസിന് പറ്റി വന്ന് കാണാൻ പറ്റിയ, ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ല മൂവി. സെക്കൻഡ് ഹാഫ് എങ്ങനെയുണ്ട്? നല്ല ഒട്ടും ലാഗൊന്നുമില്ല, ഫുള്ളി നമ്മൾ എൻഗേജ് ആയിട്ട് ഇരിക്കുന്ന നല്ലൊരു മൂവിയാണ്. ഒട്ട് കോമഡി ആയിരുന്നു, മനസ്സിന് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന, ഒന്നും ചിന്തിക്കാതെ നല്ല ഫീലായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ല സിനിമ, കൊള്ളാം. പക്ക ഫീൽ ഗുഡ് ആണോ? ഫീൽ ഗുഡ് ആണ്. ഫാമിലി ഓഡിയൻസ് ഒക്കെ ഏറ്റെടുക്കും, നല്ല സിനിമ ഏറ്റെടുക്കും. ഓക്കെ, കണ്ണ് നിറഞ്ഞു? കണ്ണ് ചിരിപ്പിച്ചു ഒരുപാട്. ഓക്കെ, വിഷമിപ്പിച്ചില്ല? കുറച്ച് ചെറുതായിട്ട്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സന്ദീപും മോഹൻലാലും കൂടെ അടിപൊളി കോമ്പാണ്, നല്ലൊരു കോമ്പാണ്. അതേപോലെ അത്യാവശ്യം നല്ല നല്ല പാട്ടാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നല്ലൊരു ഫീൽ ഗുഡായിട്ട്, മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡായിട്ട് പോകും. ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. പഴയ ഒരു മോഹൻലാൽ നമുക്ക് തിരിച്ചു കിട്ടി. അടിപൊളിയായിരുന്നു. മോഹൻലാലിൻ്റെ ഒരു നല്ല കുറേ കാലത്തിന് ശേഷം നല്ല സിനിമ. പക്ക ഒരു കോമഡി സാധനമാണോ? കോമഡിയല്ല, ഫീൽ ഗുഡ് ആണോ? കോമഡിയല്ല, എന്നാൽ കോമഡി ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് കരഞ്ഞു പോകും? സെക്കൻഡ് ഹാഫ് കരയുണ്ടായിരുന്നില്ലെങ്കിലും കൊള്ളാം, കുഴപ്പമില്ല. നല്ല മൂവിയാണ്, നല്ല മൂവിയാണ്. ലാലേട്ടന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, സംഗീത് പ്രധാനമൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മാളവികയാണെങ്കിലും കൊള്ളാം. ക്ലൈമാക്സിലെ ക്യാമിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലെ കോമഡി പോർഷൻസ് ഒക്കെ കണക്ട് ആയോ? അത്രയ്ക്ക് കൂടെ വർക്ക് ആയിട്ടില്ല, എന്നാലും കൊള്ളാം. സെക്കൻഡ് ഹാഫിൽ ഇമോഷൻസ് ഒക്കെ വരുമ്പോൾ ഉണ്ട്, നല്ല ഇമോഷൻസ് ഒക്കെ വരുന്ന കഥാർട്ടിക് ആയ ഒരു മൂവിയാണ്. കൊള്ളാം. ഈ ഒരു നല്ല രസമുള്ള സിനിമ, പഴയ മോഡൽ സിനിമയാണ്, നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നല്ല ഒതുക്കമുള്ള നല്ല വൃത്തിയുള്ള സിനിമ, ഫാമിലിയായിട്ട് ഒന്ന് കാണാം. പണ്ടത്തെ ആക്ടേഴ്സിനൊക്കെ തിരിച്ചുകൊണ്ടുവന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നില്ല? അടിപൊളി, എല്ലാവരും നല്ലവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഒരു ഇങ്ങനെ ഒരു സിനിമയ്ക്ക് അടുത്ത കാലത്ത് ഉണ്ടാകുന്നത് തന്നെ അത്ഭുതമാണ്. ശരിക്കും ന്യൂ ജനറേഷനൊക്കെ സിനിമ കാണണം. എങ്ങനെയാണ് സിനിമ എടുക്കുന്നത്, സിനിമയുടെ സെന്റിമെന്റ്സ് എന്താണ്, ഇമോഷൻസ് എന്താണെന്നൊക്കെ നല്ലപോലെ കാണിച്ചിട്ടുണ്ട്. ക്ലൈമാക്സിലെ ഒരു ക്യാമിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സിലെ ക്യാമിയോ അത്യാവശ്യം നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു. ഇനി അത് ക്ലിക്ക് ചെയ്ത് വരണ സിനിമ ഇപ്പൊ ന്യൂ ജനറേഷൻ കാണുമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. സത്യൻ സാറിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ട്, അത് ആസ് യൂഷ്വൽ. സാധാ നോർമൽ സത്യൻ സാറിന്റെ മൂവികളൊക്കെ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? സെയിം സാറിന്റെ എല്ലാം ഉണ്ട്, ആ ഗ്രീനറി ഉൾപ്പെടെ എല്ലാം വന്നിട്ടുണ്ട്. പക്ക ഹൃദയം നിറഞ്ഞ് ഞാൻ ഇറങ്ങാൻ പറ്റും. പക്ക സത്യൻ സാറിന്റെ സിഗ്നേച്ചർ ഉണ്ട്, അതാ പറഞ്ഞത്. സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഹൃദയം നിറഞ്ഞ് ഇറങ്ങാൻ പറ്റുമോ? ശരിക്കും കണ്ണും നിറഞ്ഞു ഹൃദയവും നിറഞ്ഞിറങ്ങിയത്. ഓക്കെ, മനസ്സ് നിറഞ്ഞു. ഓക്കെ, എല്ലാം ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വെർത്താണ്. എനിക്ക് തെറ്റൊന്നും തോന്നില്ല, എനിക്ക് അത്ഭുതം തോന്നിയില്ല. എനിക്ക് കുറേ ആൾക്കാർ ഈ അവധി ദിവസമായിട്ട് വന്നില്ല എന്നൊക്കെയുള്ളൊരു മാത്രമേ തോന്നി. വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. അന്തിക്കാടിന്റെ എപ്പോഴുള്ള മൂവി പോലെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, നല്ല മൂവിയാണ്, കണ്ടിരിക്കാൻ ഒത്തിരി നല്ല മൂവി. പക്ക ഫീൽ ഗുഡ് ആണോ? അതെ. ഫസ്റ്റ് ഹാഫിലെ കോമഡീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, എല്ലാം ആ ജെറി ആ ക്യാരക്ടർ നല്ലതായിട്ടുണ്ട്. എല്ലാം ഇപ്പോഴത്തെ ഒരു ജനറേഷനെ കണക്ട് ആവുന്ന രീതിയിലാണ് എടുത്തത്. അതെ. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം പൊളി, സൂപ്പർ. പക്ക ഹേർട്ട് ടച്ചിങ് ആണോ? അതെ. കണ്ണ് നിറഞ്ഞിറങ്ങാം. എന്നാ നമുക്ക് ഹാർട്ട് ടച്ചിങ് ആണ്, അതുപോലെ തന്നെ കോമഡി ഉണ്ട്, എല്ലാം കൂടെ ഉള്ള ഒരു മിക്സ്. കോമഡി ഇമോഷൻ എല്ലാം ഉണ്ട്. ആക്ഷൻസ് ഒക്കെ ഉണ്ടോ? കുഴപ്പമില്ല. ബ്യൂട്ടിഫുൾ, വെരി വെരി ബ്യൂട്ടിഫുൾ. എങ്ങനെയുണ്ട് ലാലേട്ടന്റെ പെർഫോമൻസ്? എങ്ങനെയുണ്ട്? ഭയങ്കര സൂപ്പർ ആയിരിക്കും, എല്ലാം മൊത്തത്തിൽ ഭയങ്കര സൂപ്പർ പടം. കരഞ്ഞു പോവോ ക്ലൈമാക്സ്? നല്ല ടച്ചിങ് ആണ് പടം, വളരെ ടച്ചിങ് ആണ്. പക്ഷെ നല്ല പടം, വളരെ. ചേട്ടാ എങ്ങനെയുണ്ട്? സൂപ്പർ, ഇഷ്ടപ്പെട്ടായിരുന്നു. ലാലേട്ടൻ തകർത്തോ? സൂപ്പർ, നല്ല കോമഡി എല്ലാം ഉണ്ട്, ഫാമിലി പടം. ലാലേട്ടന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? കിടിലം, എല്ലാരും സംഗീതമൊക്കെ പൊളിച്ചു. സംഗീത ലാലേട്ടന്റെ കോമ്പോ സീൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മൂവി കിടിലം. ഓക്കെ. മേഡം എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഹാഫിലെ കോമഡി, സെക്കൻഡ് ഹാഫിലെ ഇമോഷൻസ് വർക്ക്ഔട്ട് ആയി നന്നായിട്ട്. നല്ല സിനിമ, നല്ല കോമഡി മൂവിയാണ്, നല്ല മൂവിയാണ്. പക്ക ഒരു ഫീൽ ഗുഡ് സാധനമാണോ? ഫീൽ ഗുഡ് മൂവിയാണ്. അതെ. സെക്കൻഡ് ഹാഫിൽ ഇമോഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സത്യനന്ദിക്കാടിനെ മോഹൻലാൽ as usual തകർത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. സന്ദീപ് എമോഷൻ സീൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എമോഷൻ സെക്കൻഡ് ഹാഫ് ഫുൾ എമോഷൻ ആയിരുന്നു, കുറച്ച് എല്ലാം വർക്കൗട്ട് ആയി. എല്ലാം വർക്കൗട്ട്. കൊള്ളായിരുന്നു, നല്ല പടം. പക്ക ഫീൽ ഗുഡ് മൂവിയാണ്. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ കോമഡി ആയിരുന്നു, ഫുൾ ഫാമിലി പടം. അങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു, കൊള്ളാം. എങ്ങനെയുണ്ട്? സെക്കൻഡ് ഹാഫ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു, ഫസ്റ്റ് ഹാഫിനെ കാട്ടി കൊള്ളായിരുന്നു. ക്ലൈമാക്സിലെ ക്യാമിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല ഇഷ്ടപ്പെട്ട കൊള്ളാം, നല്ലൊരു ഫാമിലി മൂവി എപ്പോഴും പോലൊക്കെ. ലാലേട്ടന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അതൊന്നും പറയല്ല, എപ്പോഴത്തെ പോലെ തന്നെ. അവരുടെ കോംബോ സീൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ലാലേട്ടനും മറ്റേ പയ്യനായിട്ടുള്ള അത് നല്ല കെമിസ്ട്രി, അവരുടെ നല്ലൊരു
സംഗീതമായിട്ടുള്ള കിടിലം കെമിസ്ട്രിയാണ് ഫീൽ. സെക്കൻഡ് ഹാഫിലെ ഇമോഷൻ സീൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം മൊത്തത്തിലൊരു ഇമോഷണൽ ടിപ്പിക്കൽ സത്യനന്ദിക്കാട് പാക്കേജ് ആയിട്ട് തോന്നും. കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. സൂപ്പർ കോമഡീസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ഹൃദയപൂർവ്വ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സിനിമ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ലാലേട്ടന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു ഇഷ്ടപ്പെട്ടു. വേറെ എന്തെങ്കിലും പറയണ്ടല്ലോ? നല്ല വ്യത്യസ്തത ഉണ്ടായിരുന്നു. എല്ലാ സിനിമയിലും കൊള്ളായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? നല്ലൊരു ഫാമിലി എന്റർടൈനർ, അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് കോമഡീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോമഡീസ് എല്ലാം നല്ല സംഗീതമായിട്ടുള്ള കോമഡീസ് എല്ലാം നന്നായിട്ട് വർക്കായി. അത് ത്രൂ ഔട്ട് ഫലം നമ്മളെങ്ങനെ അപ്പായിട്ട് കൊണ്ടിരിക്കുക. ഇമോഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഇമോഷൻസ് എല്ലാം വർക്ക്. വിഷ്വൽ സത്യനന്ദിക്കാട് മോഹൻലാൽ ആ ഒരു കോമ്പിനേഷൻ്റെ വരുന്ന നല്ലൊരു പടം. ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്? ഫുള്ളി സാറ്റിസ്ഫൈഡ്. ടിപ്പിക്കൽ സത്യനന്ദിക്കാട് മൂവിയാണ്. എന്തെങ്കിലും ടെംപ്ലേറ്റ് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ അവര്? ഇല്ല, അത്യാവശ്യം ആ സെയിം ഇത് തന്നെയാണ്. എങ്കിലും ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെടത്തില്ല? ഇഷ്ടപ്പെടുന്നത് നല്ല പടമാണ്. അതുകൊണ്ട് ലാലേട്ടന്റെ പെർഫോമൻസ് എങ്ങനെ? ലാലേട്ടൻ ആസ് ഓൾവേസ് അടിപൊളി. അല്ല, ബാക്കി സന്ദീപിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? എല്ലാവരും കൊള്ളാം, എല്ലാവരും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാൻ വേണ്ടി സിനിമയിൽ എന്താ ഉള്ളത്? എടുത്തു പറയാൻ വേണ്ടി സ്റ്റോറി എല്ലാം കൊള്ളാം, മേക്കിങ്ങും എല്ലാം നന്നായിട്ട് ചെയ്തു. ഇമോഷൻസ് കൺവേ ചെയ്യുന്നുണ്ടോ? നല്ലത്. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സ് കൊള്ളാം, കുഴപ്പമില്ല.